ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു BDF റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ BDF റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കറിമസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ബീഫ് ഒരു 1/4 വേവായാൽ മതി. ഫുള്ളായിട്ട് വെന്ത് കിട്ടണ്ട, നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ബീഫ് വേവിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ബീഫ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. BDFൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലെ നീളത്തിലായിരിക്കും. അപ്പോൾ എല്ലാ ബീഫും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും 1 സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടാം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ കറിമസാലപ്പൊടിയും 1/4 ടീസ്പൂണോളം ജീരകം പൊടിച്ചതും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് 1/2 സ്പൂൺ ഉപ്പും ചേർക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂൺ വിനാഗിരിയും ആഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മൾ ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്ന ബാലൻസ് വന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളവും ബീഫ് സ്റ്റോക്ക് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചതും ആഡ് ചെയ്ത് നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ബീഫ് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ബീഫ് 1/4 വേവിൽ തന്നെ എടുത്തത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബീഫ് പൊടിഞ്ഞൊന്നും പോകില്ല. ഇനി നമുക്ക് നമ്മുടെ ബീഫ് നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബീഫ് ഡീപ്പ് ഫ്രൈ ആയാൽ ഭയങ്കര മുറുക്കമായിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി 2 പപ്പടം ചെറുതായി കീറി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ BDFലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്